സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ പോലീസിനെ വിമർശിച്ച് ഗീവർഗീസ് മാർ കൂറിലോസ്. ലഹരിക്കെതിരെ പോലീസ് മുൻകരുതൽ എടുക്കണമായിരുന്നുവെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ് 24-നോട് പറഞ്ഞു. 1-2 പേരെ പിടികൂടിയിട്ട് കാര്യമില്ല. ചെറിയ അളവിൽ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്ന കളമശ്ശേരി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം ബാലിശമാണെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. ഇതിൻ്റെ വ്യാപനം തടയണമെങ്കിൽ, ഇതില്ലാതെയാകണമെങ്കിൽ കേരള സമൂഹം ഒന്നിച്ചു നിന്ന് ഈ വിപത്തിനെ നേരിടേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ചെറിയ 1-2 പേരെ അവിടെ ഇവിടെ പിടിച്ചുകൊണ്ടൊന്നും കാര്യമായിട്ടില്ല. നല്ലൊരു ഹണ്ട് ഈ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. ഇതിൻ്റെ സോഴ്സ്, ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. നമ്മുടെ മികച്ച പോലീസാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ ഒരു ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വില്ലാണ്. രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കുന്നതല്ല, രോഗം വരാതിരിക്കാനായിട്ട് നമുക്ക് മുൻകരുതലെടുക്കുവാൻ സാധിക്കുമായിരുന്നു. ആ മുൻകരുതലുകൾക്കൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയും വരാതെ എടുക്കേണ്ട മുൻകരുതലുകൾ സമയത്തെടുത്ത് ഈ വിപത്തിനെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ലാത്ത ഒരു തരത്തിലാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത് എനിക്ക് തോന്നുന്നു. നമ്മുടെ നിയമങ്ങൾ ഒത്തിരി മാറാനുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ആദ്യമാണ്. വളരെ ലാഘവത്തോടു കൂടി അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നി. വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഒരു പ്രിൻസിപ്പലിന് യോജിച്ച പ്രസ്താവനയല്ലായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിനു മുമ്പ് ഇത് അറിയാമായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ ലഹരി കേസുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് എക്സൈസിൻ്റെ തന്നെ കണക്കാണ്. ഈ ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അതൊക്കെ പെരുകുന്ന സാഹചര്യം, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും അതിന് അടിമയായി മാറുന്ന സാഹചര്യം. അതിനൊക്കെയിടയിൽ ഈ ലഹരിയുടെ കണ്ണിയും അതിൻ്റെ ശൃംഖല തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആ വലിയ റാക്കറ്റിനെ പൂട്ടണം എന്നുള്ള ആവശ്യം സമൂഹത്തിൽ നിന്ന് പൊതുവായി ഉയരുന്നതാണ്. ഗീവർഗീസ് മാർ കൂറിലോസ് പറയുന്നത് എന്താണ്? പോലീസിനെ വിമർശിക്കാനുള്ള സാഹചര്യം എന്താണ്? അഭിനന്ദ്. സംസ്ഥാനത്തെ വ്യാപകമായ ലഹരി ഉപയോഗത്തിനെതിരെയാണ് വിമർശനവുമായി ഗീവർഗീസ് മാർ കൂറിലോസ് രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പോലീസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു എന്നതാണ് ഗീവർഗീസ് മാർ കൂറിലോസ് വ്യക്തമാക്കിയത്. ഇപ്പോൾ കാണിക്കുന്ന ഉണർവും ജാഗ്രതയും നേരത്തെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ വിപത്തിന് എന്നേ ഒരു തടയിടാൻ സാധിക്കുമെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് വ്യക്തമാക്കി. ഇപ്പോൾ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനവും ഇതിനോടൊപ്പം തന്നെ ഗീവർഗീസ് മാർ കൂറിലോസ് 24-നോട് പ്രതികരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ഇപ്പോൾ കാണിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം മികച്ച പോലീസ് സംവിധാനമുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് അവകാശപ്പെടുന്നിടത്ത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ലഹരി വ്യാപനം രൂക്ഷമായി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നെ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ പ്രിൻസിപ്പലിന്റെ പരാമർശത്തിനെതിരെയും രൂക്ഷമായ ഒരു പ്രതികരണം നടത്തി. അദ്ദേഹത്തിന് ഈ കളമശ്ശേരി പ്രിൻസിപ്പലിന്റെ പ്രതികരണത്തിനോട് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിലൊക്കെയുള്ള കമന്റുകൾ അടക്കം വന്നിട്ടുണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തിന്റെ പ്രതികരണം അത്രത്തോളം ബാലിശമാണെന്ന് ഗീവർഗീസ് മാർ കൂറിലോസും ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. പറഞ്ഞത് ഇപ്രകാരമാണ്: നേരത്തെയും ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ തോതിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നൊരു പ്രിൻസിപ്പൽ നേരിട്ട് പ്രതികരിച്ചത് ഏതർത്ഥത്തിലാണെന്നും കൂറിലോസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യത്തെ സമകാലിക വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് തരത്തിലുള്ള പ്രതികരണങ്ങൾ പല സമയങ്ങളിൽ പല തവണ നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ് മുൻ ബിഷപ്പ്. അപ്പം അത്തരത്തിലേക്ക് ഈ ലഹരി വ്യാപനത്തിനെതിരെ ഒന്നിച്ച് പോരാടിയില്ലെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ഗതി മറ്റൊരു രീതിയിലേക്ക് മാറുമെന്നും പറയുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ സംവിധാനങ്ങളുടെ ഊർജ്ജം ഇനി അങ്ങോട്ടും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ SK Net40ക്ക് ആശംസകൾ കൂടി ഈ മാർ ഗീവർഗീസ് കൂറിലോസിന്റെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടായി. ലഹരിക്കെതിരെ നടത്തുന്ന യാത്രയിൽ പൂർണ്ണമായ പിന്തുണ ഇതിനോടകം തന്നെ ഉണ്ടാകുമെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് വ്യക്തമാക്കി. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.